ബിഗ് ബോസ് സീസൺ 7 പൊതുവേ ഉള്ള കാര്യമൊന്ന് പറയാമെന്ന് വിചാരിച്ച് മൊത്തത്തിൽ എല്ലാം കൂടി നോക്കിയിട്ട് ഓരോ അഭിപ്രായം പറയാമെന്ന് വിചാരിച്ചു. ഇന്നലെ ലാലേട്ടൻ വന്നിരുന്നു. ജിസേലിൻ്റെയും ആര്യൻ്റെയും പ്രശ്നം അനുമോളെടുത്ത് ചോദിക്കുന്നു. അനുമോൾ, ഇത് മോശമായ കാര്യമാണ്, എന്താണ് എത്രയോ ജനങ്ങൾ കാണുന്ന ഷോയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ ലാലേട്ടൻ ഷോയൊക്കെ ഇറക്കി. പക്ഷെ ലാലേട്ടനെ എന്തായാലും സത്യം അറിയാം, എല്ലാവരും കണ്ട കാര്യമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മുടെ അനുമോൾ പതറിയില്ല, പേടിച്ച് നിന്ന് അത്രയ്ക്ക് ധൈര്യമുള്ളൊരു പെൺകുട്ടിയാണ് അനുമോള്. അവൾ കരയും, ശരിയാണ്, അവൾക്ക് പെട്ടെന്ന് സങ്കടം വരും. എന്നാൽ ഇത്രയും നല്ല ശക്തിയോടുകൂടി പിടിച്ച് നിൽക്കണമെങ്കിൽ ഒരു മനുഷ്യനെ കൊണ്ടും പറ്റൂല. അത് എന്തുകൊണ്ടാണ് അനുമോൾ അങ്ങനെ നിന്നത്? അനുമോളെ പക്ഷത്താണ് സത്യം. അനുമോൾ പല ദിവസവും കണ്ടതാണ് ഇവരെ രംഗങ്ങൾ. അനുമോൾ ഈ കാര്യം പറയണതിന് മുമ്പ് തന്നെ ഇവിടെ ഓരോരുത്തരും വീഡിയോ ഇട്ട് തുടങ്ങിയായിരുന്നു ഇങ്ങനെയുള്ള രംഗങ്ങൾ. ഇതാരും പറയുന്നില്ലല്ലോ എന്ന്. പക്ഷേ അവരെ ഈ കുന്നംകുളം ആര്യൻ്റെ ഗ്രൂപ്പ്, ആര്യൻ, അക്ബർ, ഇവരെല്ലാവരെയും ഗ്രൂപ്പ് ഒരൊറ്റ ഗ്രൂപ്പായിട്ട് കിടക്കുന്നത് കൊണ്ട് ആരും ഇതിനെക്കുറിച്ച് പറയൂല. ഒരു ഗ്രൂപ്പായിട്ട് പാവാടവള്ളി, അക്ബറിൻ്റെ പാവാടവള്ളി തൂങ്ങിയാണ് ഈ അപ്പാനി ശരത്തും എല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ട് അവർ കണ്ടിരുന്നാൽ തന്നെ അവരവിടെ പറഞ്ഞില്ല. അനുമോളെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. ഇന്നലെ അപ്പാനി ശരത്ത് ഔട്ടായി പോയി. വളരെ വളരെ സന്തോഷം. വെറും മോശം, നമ്മൾ ആഗ്രഹിച്ച അതേ കണക്ക് തന്നെ ഇതിലുള്ള മോശം പ്രവൃത്തി അപ്പാനി ശരത്ത് വെറും മോശമായിരുന്നു. അനുമോളെ എന്ന് തൊട്ട് ഈ അപ്പാനി ശരത്ത് ഉപദ്രവിക്കാൻ തുടങ്ങിയ അന്ന് തൊട്ട് അപ്പാനീരെ നാശം തുടങ്ങിക്കഴിഞ്ഞു. എന്ന് തൊട്ട് അക്ബറിൻ്റെ കൂടെ കൂട്ടുകൂടിയ അപ്പാനീരെ നാശം അവിടെയും തുടങ്ങിക്കഴിഞ്ഞു. ഗ്രൂപ്പായിട്ട് ചേർന്ന് അറ്റാക്ക് ചെയ്യുക. ആ ഒരു പെൺകുട്ടിയെ എത്രത്തോളം ഇട്ട് അതിനകത്ത് അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അവരെ കൊണ്ട് പറ്റാവുന്നതിലപ്പുറമാണ് അവർ ചെയ്തു കഴിഞ്ഞത്. റെന ഫാത്തിമയെ കൊണ്ട് ഈ അക്ബറും അപ്പാനിയും ബിന്നി ഇവരെല്ലാവരും കൂടെ കൂട്ടത്തോടെ ചെയ്യിച്ചതാണ്. 19 വയസ്സായ ഒരു പെൺകുട്ടിയെ കൊണ്ട് പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറഞ്ഞ് പഠിപ്പിച്ച് ഇന്ന കാരണങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അനുമോളെ കൂട്ടത്തോടെ ശല്യം ചെയ്യാൻ വിട്ടെ. ഇവർക്ക് തോന്നിയെന്തോന്നാണ് ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ഇറക്കുമ്പോഴത്തേക്ക് വെളിയിൽ ആളുകൾ ഇവരെ പോസിറ്റീവായിട്ടാണ് വിചാരിക്കുന്നത്. വെറുതെയാണ് ആളുകൾ നെഗറ്റീവായിട്ടാണ് ചിത്രീകരിച്ചത് എന്ന് പറഞ്ഞാൽ ആ ഒരു അനുമോളെ ഇട്ട് കരയിക്കണം. നമുക്ക് സങ്കടം വരും. അവിടെ എവിടെയും ചെന്ന് പാവം കണക്ക് ഇരുന്നും കൊണ്ട് അവൾ ഇവിടെ അങ്ങനെയാണ്. അവളൊരു ഈശ്വര വിശ്വാസിയാണ് ഈ അനുമോള്. അതിന് പറയുന്നതുകൊണ്ട് എന്തൊരു കുലസ്ത്രീയാണ്. ഈ സ്ത്രീകളെ ഇങ്ങനെ പറയും. നിങ്ങൾക്കൊന്നും പറയാൻ നാണമില്ലേ? ഈ കുലസ്ത്രീ എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ് കുലസ്ത്രീ എന്ന് പറയുന്നത്? നിങ്ങളാരും കരയൂലേ? പെട്ടെന്ന് ആ കുട്ടിക്ക് സങ്കടം വരും. നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയാണത്. അതിനെ പറയാൻ പാടില്ലാത്തത് അത്രയും അവിടെ വിളിച്ച് അണുപ്പട്ടി റെന വിളിക്കുന്നതാണ് അണുപ്പട്ടി. പിന്നെ വെറും അപ്പാനി ശരത്ത് ആ പാവയൊക്കെ വലിച്ചെറിയണ കണ്ടാൽ നമ്മളെ ഹൃദയം പൊടിഞ്ഞു പോയി. അന്ന് ആ ജയിലിൽ കിടന്ന് അവർ രണ്ടുപേരും കൂടെ കിടന്ന സമയത്ത് അപ്പാനിയായിട്ട് എന്തോ ഒരു സന്തോഷത്തിലാണ് ഈ പെൺകുട്ടി അതിനകത്ത് കിടന്നത്. അന്നൊക്കെ എന്തൊരു സന്തോഷമായിരുന്നു. പിന്നെ അതിനുശേഷം ഈ അനുമോളെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്തൊക്കെയോ അവിടെ അങ്ങ് കാണിച്ചു കൂട്ടി ജനങ്ങൾ അപ്പോഴേ വെറുത്തു തുടങ്ങി. അതുപോലെ ശൈത്യയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റണില്ല കേട്ടോ. ശൈത്യ കാണിച്ച പോക്കൃത്തരം, ശൈത്യ അനുവിൻ്റെ കൂടെ നിന്നും കൊണ്ട് ശൈത്യ കാണിച്ചു കൂട്ടിയ പോക്കൃത്തരങ്ങൾ പറയാതിരിക്കണം നല്ലത്. വെറും നുണകൾ ചെന്ന് കുന്നംകുളം ആര്യൻ അനുമോളുമായിട്ട് ലവ് സ്ട്രാറ്റജി ആണെന്നും ആര്യനെ കുന്നംകുളത്തിനെ ഇഷ്ടമാണെന്നും. അയ്യോ പാവം ആ 22 വയസ്സായ പയ്യൻ, അവനാണെങ്കിൽ ഇങ്ങനെ ഞണ്ട് ചാടും കണക്ക് അവൻ അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി വായി തന്നു കേന്ന് പറഞ്ഞ് അവൻ നടക്കണം. ഈ അനുമോക്ക് ഇവനെ കിട്ടോളാം ഈ കുന്നംകുളത്തിന്. അങ്ങനെ ഇന്നലെ ലാലേട്ടൻ വന്നു. അനുമോളെടുത്ത് കാര്യങ്ങളൊക്കെ തിരക്കി. അനുമോള് ഒറ്റ ഇതിൽ പറയുന്നുണ്ട്, ഞാൻ കണ്ടു ലാലേട്ടാ, ഞാൻ കണ്ടു. മറ്റുള്ളവർ പറയാത്തതാണ്, അവർ പേടിച്ച് പറയാതിരുന്നവരും ഉണ്ട്. അതുപോലെ പിന്നെ അവരെ ഗ്രൂപ്പായിട്ട് നിന്നത് കൊണ്ട് അവർ പറയാത്തവരും ഉണ്ട്. ഇവർക്കൊക്കെ ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. വന്നിട്ട് കണ്ടു നോക്കണം കേട്ടാ. നിങ്ങൾ ഈ അപ്പാനി ശരത്തൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. ഈ അനുമോളെ ഇട്ട് പെടുത്തിക്കൂട്ടിയ പാടുകളൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അനുമോൾ അങ്ങോട്ട് കയറി ചെല്ലൂല, ആരെയും ചൊറിയാൻ ചെല്ലൂല. അനുമോളെ കാര്യമായിട്ട് തന്നെ പോവും. പക്ഷേ
പക്ഷേ അനുമോള ചൊറിയാനായിട്ട് കുറേ ചൊറിച്ചിൽ. എന്തിനാണ് അവർക്ക് കണ്ടൻറ്റ്? അനുമോളാണ് അവിടുത്തെ കണ്ടൻറ്റ്. അതാണ് കാര്യം. അവർക്ക് മനസ്സിലായി അനുമോള് ഒരു പാവം കുട്ടി ആയതുകൊണ്ട് അനുമോള അങ്ങ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർക്ക് കണ്ടന്റ് ഉണ്ടാക്കുക. ഇതാണ് അവിടെ നടന്നത്. അതിനെന്ത് ഓരോരുത്തർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുന്നംകുളം ആര്യൻ കഴിഞ്ഞ ആഴ്ച ഇറങ്ങായിരുന്നതാണ്. അപ്പോൾ മനഃപൂർവ്വമാണ് അതവിടെ ഈ ആര്യനെ അവിടെ ഇട്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ ജിസൈലിൻ്റെ ഒരു സ്ട്രാറ്റജി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ആര്യനെ അവിടെ ഇട്ടിരുന്നത്. എങ്കിലല്ലേ അവർക്ക് റേറ്റ് കൂടുള്ളൂ. അപ്പാനി ശരത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പാനി ശരത്ത് ഇറങ്ങണമായിരുന്നു. നമ്മൾ ആഗ്രഹിച്ച കാര്യമാണ് അപ്പാനി ശരത്ത്. അതുപോലെ ശൈത്യത ഇറങ്ങി വേണം. ശൈത്യ പോണം. ശൈത്യ എന്ന് അനുമോള പറഞ്ഞിട്ട് അനുമോള കാര്യം പരദൂഷണം പറഞ്ഞുകൊണ്ട് നടന്നോ അന്ന് തൊട്ട് ശൈത്യയുടെ നാശം അവിടെ തുടങ്ങി. ആദിലെ നൂറെ ഒട്ടും ശരിയല്ല. ആദില ഭയങ്കര പക്ക പരദൂഷണക്കാരിയായിട്ടാണ് ആദില വന്നിരിക്കുന്നത്. രേണു വെറും വേസ്റ്റായിരുന്നു. രേണുവിന് സത്യം പറഞ്ഞാൽ രേണുവിന് ഒട്ടും വയ്യായിരുന്നു. രേണുവിന് ഒരു ശകലവും വയ്യാത്തതിൻ്റെ കാര്യം രേണു അവിടെ കഴിക്കണ ഫുള്ള് പഞ്ചസാരയാണ്. കാരണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫുഡ് കിട്ടാറില്ല. രണ്ടും കെട്ട സമയത്ത് അങ്ങോട്ട് ചെന്നും കൊണ്ട് ഈ ജിസയിലൊക്കെ അല്ലേ അവിടെ കയറി ഫുഡ് ഉണ്ടാക്കണ. അനുമോളെ അതിൽ നിന്ന് ആദ്യ അനുമോള് കയറിയപ്പോഴും അനുമോളെ ഈ അപ്പാനി ശരത്തൊക്കെ ഉപദ്രവിച്ച് അക്ബർ എല്ലാ പാർട്ടിയും കൂടെ അനുമോളെ അടിച്ചിറക്കി. ഈ ബിന്നിയൊക്കെ വല്ലാത്ത സാധനമാണ്. ബിന്നി എല്ലാവരും കൂടെ ചേർന്ന് അനുമോള ആദ്യം കിച്ചൺ ടീമിൽ കയറ്റിയിട്ട് അപ്പാനി ശരത്താണ് കയറ്റിയത്. അതിന് ശേഷം അനുമോളെ അവിടെ നിന്ന് അടിച്ചിറക്കി. അത് അനുമോള് കണ്ടതും കേട്ടതും പറയും. ഫുഡ് വാരിക്കൊണ്ട് പോകും ഓരോരുത്തർ. അതിന് പറയും ഒരാഴ്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ്, റേഷനാണ് അവിടെ വന്നിരിക്കണം. അപ്പം അത് കണക്കാക്കി കൈകാര്യം ചെയ്യണം. ഫുഡ് പാഴിക്കളയരുത്. എല്ലാവരും അത് കറക്റ്റായിട്ട് ഉപയോഗിക്കണം. എങ്കിലേ നമുക്ക് അടുത്ത ആഴ്ച വരെ പോകാൻ പറ്റൂ, ഒരാഴ്ച ഫുള്ള് പോകാൻ പറ്റൂ എന്നുള്ള കാര്യങ്ങൾ അനുമോള് പറയുമ്പം മറ്റുള്ളവർക്ക് അത് പിടിക്കൂല, ഏതാൻ വരൂല. അവർക്ക് തോന്നിയ ദിവസം കണക്ക് കയറി അതിനകത്തെ സാധനങ്ങൾ വാരിക്കൊണ്ടോടുന്നു, തിന്നുന്നു, കഴിക്കുന്നു. ബാക്കിയുള്ളവർക്കൊന്നും കിട്ടുന്നില്ല. ജിസയിൽ കോഫി മാറ്റി വയ്ക്കുന്നു. എന്തെല്ലാം അവരൊക്കെ എല്ലാവരും ഗെയിം കളിച്ച് കിട്ടുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം കൊണ്ടുവന്ന് മാറ്റി വയ്ക്കുന്നു. ഉപയോഗമുള്ള സാധനങ്ങളെല്ലാം അവരെടുത്തുകൊണ്ട് പോയി തിന്നുന്നു. ബാക്കിയുള്ളവർക്ക് ആർക്കും കിട്ടുന്നില്ല. ഇതാണ് അവിടെ നടന്നത്. ഇവർ രണ്ടാമത്തെ പ്രാവശ്യവും കയറി ജിസയിലിനെയും പാർട്ടിയെ ഈ അപ്പാനിയൊക്കെയാണ് അതിനകത്താക്കിയത്. ജിസയിലിനെ അപ്പാനി ചില്ലറ കളിയല്ല അപ്പാനി അവിടെ കളിച്ചത്. ചില്ലറ കളിയല്ല. നെവിനെ കൊണ്ട് അനുമോളയൊക്കെ അങ്ങോട്ട് അനുമോളെ ഇറക്കിപ്പിച്ചും കൊണ്ട് നല്ലതുപോലെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. 2 ദോശ കഴിച്ചാൽ ശരിയാവൂല, അല്ലെങ്കിൽ പറയാം 2 ദോശ കഴിച്ചിട്ട് സമാധാനത്തിൽ വന്ന് പറയാം അനുമോളെ ഞങ്ങൾക്ക് വിശപ്പ് മാറിയില്ല, ഇച്ചിരി കൂടെ മാവ് എടുത്തിട്ട് നനയ്ക്കും. അതൊരു മര്യാദയാണ് പറയാനുള്ളൂ. അല്ലാതെ ഓടിക്കൊണ്ടൊന്ന് ഇതെന്തേരും ഈ 2 ദോശ കഴിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റൂല, നമുക്ക് ഉണ്ടാവ് കണക്കത്തെ വയറാണ്, ആ വയറ് നിറയ്ക്കാമെന്നും പറഞ്ഞുകൊണ്ട് അക്ബറും അപ്പാനി എല്ലാം കൂടെയാണ് ഇങ്ങോട്ട് വന്ന. നമ്മളെ ഈ വയറ് നിറയ്ക്കണമെങ്കിൽ നമുക്ക് ഈ ബിന്നിയും വന്ന് ഞങ്ങൾക്ക് പറ്റൂല, ഈ 2 ദോശ കഴിച്ചാൽ പറ്റൂല എന്നും പറഞ്ഞും കൊണ്ട് ബിന്നിയും വന്ന് കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. അനുമോള് പറഞ്ഞത് ശരിയാണ്. ഒരാഴ്ചത്തേക്കുള്ള ഫുഡിനുള്ള സാധനമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ആദ്യമൊക്കെ 2 ദോശ കഴിച്ച ആൾ പിന്നെ ഈ ജിസയിലാണ് കയറി ആവശ്യമില്ലാത്ത കോപ്രായങ്ങൾ അവരെ ഗ്രൂപ്പിലുള്ള സാധനങ്ങൾക്ക് ഒരു സ്ഥലത്ത് തന്നെ ഈ അക്ബറും പാർട്ടി ഒരു സ്ഥലത്തിൽ പാവാട വള്ളി പിടിച്ചും കൊണ്ട് അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇങ്ങനെ ഇരിക്കണതിനനുസരിച്ച് ഇവർക്ക് വിശപ്പ്. അപ്പം ഇവരൊക്കെ ഇങ്ങനെ വിശക്കുമ്പോഴത്തേക്ക് ഈ അനുമോളെ അടിച്ചിറക്കിയാലേ അവിടുത്തെ കാര്യം നടക്കൂ. ആദ്യം ഇതുപോലെ അനുമോളെ ഇറക്കി, എന്നിട്ട് അവർ തോന്നിയാസം കണക്ക് കയറി അവരെ ടീമിലുള്ളതും അവരെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും കൂടി അവിടെ കിട്ടുന്ന റേഷൻ മൊത്തവും പാചകം ചെയ്ത് കൊടുക്കുന്നു. പാചകം ചെയ്ത് അവർ കഴിക്കുന്നു. നല്ല നല്ല സാധനങ്ങൾ അവരെല്ലായിടത്ത് കഴിക്കുന്നു. ബാക്കിയുള്ളവർക്ക് അത് കിട്ടുന്നില്ല. സത്യം പറയല്ല, അനുമോക്ക് കിട്ടൂലായിരുന്നു. അതുപോലെ രേണുവിന് കിട്ടൂലായിരുന്നു, ഒന്നും കൊടുക്കൂലായിരുന്നു. അതിനത്രയും രേണു പഞ്ചസാര വാരി കഴിക്കുമായിരുന്നു. പാവമല്ലേ അവിടെ കാണിച്ചത്. രേണു പഞ്ചസാര അരിയാണ് അവിടെ കഴിച്ചുകൊണ്ടിരുന്നത്, ഫുഡ് കൊടുക്കൂലായിരുന്നു. ഈ ജിസയിലും പാർട്ടിയും കയറിയിട്ട് അതിനകത്ത് എല്ലാ സാധനവും അവരുണ്ടാക്കി കഴിക്കുമായിരുന്നു. രേണു ഇന്നലെ വിശന്ന് തളർന്ന് രേണു ഇങ്ങനെ കിച്ചണിനകത്ത് പോയിട്ട് പറയുന്നുണ്ട്, ഒന്നുമില്ല, അവരെല്ലാം വാരി ഒളിച്ചു കൊണ്ട് വച്ചിരിക്കുന്നു. തിരുവോണം അവർ ആഘോഷങ്ങൾ നടത്തി അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങൾ പായസമായിരുന്നാലും എല്ലാം
ഈ നെവിന് രാവിലെ എഴുതിച്ച് എന്തോ ബിസ്ക്കറ്റോ എന്തൊക്കെയോ ഉണ്ടാക്കി കഴിക്കുന്നു. നെവിനും ബിന്നിയും കൂടെ ഉണ്ടാക്കി കഴിക്കുന്നു. ഇച്ചിരി കഴിഞ്ഞപ്പം ഈ രേണു കിച്ചണിനകത്ത് വരുന്നു. പാവം വന്നിട്ട് ഒന്നുമില്ല. രേണുവിന് നോക്കിയിട്ട് ഒന്നുമില്ല. ഇവർ ഒളിച്ചൊളിച്ചൊളിച്ച് മാറ്റി വെച്ചേക്കാണ്. എന്നിട്ട് ഈ ടീമുകൾ ആര്യന് എല്ലാ സാധനവും കൂടെ കൊണ്ടുവച്ച് ജിസയിൽ അല്ല ഭർത്താക്കന്മാർക്ക് കൊടുക്കുമല്ലോ ജിസയിൽ, അതുപോലെ ഒളിച്ചൊളിച്ചാണ് ആര്യന് കൊണ്ട് കൊടുക്കണം. ആര്യന് ഫസ്റ്റ് കൊടുക്കും. എന്നിട്ട് ആര്യൻ ആ ഗ്രൂപ്പിൽ അക്ബറിനും എല്ലാവർക്കും ഒളിച്ചൊളിച്ച് കൊണ്ടുവച്ച് കൊടുക്കുന്നു. ഇതാണ് ആ ബിഗ് ബോസിനകത്ത് നടക്കാനുള്ള 19-20 പേരുണ്ടെങ്കിൽ ആ 20 പേര് ഒന്നേ പോലെയാണ് എടുക്കാനുള്ളത്. അത് പഠിപ്പിച്ചത് ആരാണ്? അനുമോള്. അതുകൊണ്ടാണ് അനുമോളെ കണ്ടുകൂടാതെ വന്നത്. അനുമോള് ചെയ്യണത് ഇങ്ങനെയുള്ള കാര്യം. ഇതാണ് അനുമോള് കുലസ്ത്രീ. രേണു വിശന്ന് തളർന്ന് കിച്ചണിനകത്ത് വന്നിട്ട് രേണു ചെന്ന് മേക്കപ്പ് ചെയ്യണേൻ്റെ അതിൻ്റെ അടിയിൽ ചെന്ന് പാവം തോന്നി തലേണയിട്ട് രേണു കിടന്ന് രേണു ഉറങ്ങിയാന്നറിയാൻ വയ്യ. കഷ്ടം കുറേ നേരം കിടന്ന്. പക്ഷെ എന്നിട്ട് അതിനിടയിൽ ജിസയിലും പാർട്ടി കിച്ചണിനകത്ത് കയറിയിട്ട് അവർ കോഫി ഇട്ട് കുടിക്കുന്നു. അവർ വേറെന്തൊക്കെയോ ഉണ്ടാക്കി കഴിക്കുന്നു. എന്നിട്ട് ഈ വിശന്ന് തളർന്ന് കിടക്കുന്ന രേണുവിന് എവിടെയാണെന്നൊരു കുഞ്ഞുങ്ങൾ തിരക്കാവട്ട് ചെയ്തില്ല. അപ്പോഴും അനുമോൾ എഴുതിച്ചില്ലെങ്കിൽ അനുമോൾ ഒരു നേരമെങ്കിലും തിരക്കിയനായിരുന്നു. ഒത്തിരിയെങ്കിലും സ്നേഹം അവിടെ ഇരുന്ന് അരി വാരി രേണു തിന്നുന്ന സമയത്ത് അരിയും പഞ്ചസാരയും തിന്നുമ്പോൾ അനുമോളാണ് തിരക്കണത്. രേണു ചേച്ചി ഇത് തിന്നല്ലേ ചേച്ചി എന്നെങ്കിലും പറയണ ഈ അനുമോളെ. ഒത്തിരിയെങ്കിലും സ്നേഹമുണ്ട്, ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റൂല. അതുപോലെ അനുവിനെ ഓരോ വാക്കുകൾ പറയുമ്പോഴും അനീഷിൻ്റെ മനസ്സിൽ വേദനയുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങല്ല കടന്നാക്രമിക്കുകയാണ്. പക്ഷെ അനുവിൻ്റെ അടുത്ത് ഈ കളി നടക്കൂ. അനു അങ്ങനെ തർക്കിച്ച് നിൽക്കൂല. എന്തെങ്കിലും നീ പോടോ എന്ന് പറയേ ഉള്ളൂ. നീ പോടോ, അല്ലെങ്കിൽ റെനെ ആണെങ്കിൽ നീ പൊടി പെണ്ണേന്ന് പറയും. ഇത്രേ പറയുള്ളൂ. അതിന് എന്തെല്ലാണ് പറയണേന്ന്. കുന്നംകുളം അമ്മയെ വിളിക്കുന്നു. അമ്മയെ വിളിച്ചതിൻ്റെ വാശിക്കാണ് പറഞ്ഞത് ഈ ഒരു കാര്യം അവിടെ എടുത്തിട്ടത്. ജനങ്ങൾ മൊത്തവും കണ്ടതാണ്. കുന്നംകുളമേ ലാലേട്ടൻ പറഞ്ഞല്ലോ എവിടെ USA എവിടെ നിന്ന് ഞാൻ പോലും കണ്ടില്ല എന്ന്. അതൊക്കെ വെറുതെ പറയണതാണ്, വെറുതെ നമ്പർ ഇറക്കിയതാണ് ലാലേട്ടൻ. എല്ലാവരും കണ്ട കാര്യം തന്നെയാണ്. അതെന്തായാലും പബ്ലിക്കിൽ അവർക്ക് തന്നെ അതിൻ്റെ മോശം കുറച്ചൊക്കെ അവർ പ്ലേ ചെയ്ത് കഴിഞ്ഞു. അവർ ഇട്ട് കഴിഞ്ഞു. കുറച്ചൊക്കെ ഹോട്ട്സ്റ്റാർ ഇട്ട് കഴിഞ്ഞ് അത് ഓരോരുത്തരും എടുത്ത് വീഡിയോ ചെയ്തായിരുന്നു. അപ്പാനി പോയതിൻ്റെ പ്രധാന കാര്യം അനുമോളെ ശല്യം ചെയ്തതുകൊണ്ട്, അനുമോളെ ഒരുപാട് ഉപദ്രവിച്ചത് കൊണ്ടാണ്. പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറഞ്ഞു. അനുമോക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റില്ല. ടോയ്ലറ്റിൽ പോയ അപ്പോഴും കുറ്റം. അപ്പാനി ഒരു നോട്ടമുണ്ട്, ഒരു വൃത്തികെട്ട നോട്ടം. അപ്പാനി ചെയ്തത് ഒട്ടും ശരിയായില്ല. അതുപോലെ തന്നെയാണ് ശൈത്യന്താ ഇറങ്ങി എന്നാണ് അറിയപ്പെടുന്നത്. ശൈത്യ ഇറങ്ങും. അനുമോളെ എന്ത് പറഞ്ഞിട്ടുണ്ടോ ശൈത്യ അന്ന് നിൻ്റെ നാശം തുടങ്ങി. അതുപോലെ ഓരോരുത്തരുണ്ട്. ബിന്നി ആവശ്യമില്ലാതെ ഇരുന്നും കൊണ്ട് എവിടെയും ചെന്നിരുന്നും കൊണ്ട് പരദൂഷണം പറയുന്നുണ്ട്. ബിന്നിയും റെനയും കൂടെ ഇന്നലെ പറഞ്ഞ വാക്കാണ്. അവർക്കും തോന്നിയെന്ന് ജിസേലിൻ്റെ ആര്യൻ്റെയും കാര്യം അവർക്കും തോന്നി അത് ഉള്ളതാണെന്ന് അനുമോള് പറഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവർ ലൈവിൽ പറഞ്ഞതാണ്. പിന്നെ അത് ഇവരാരും പറയാത്തതാണ്. ഇവർ രംഗം മറച്ചു വെക്കണതാണ്. ഇവർക്കെല്ലാം അറിയാം അവിടെ അതിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ. ജിസയിൽ ഭയങ്കര പരുങ്ങലായിരുന്നു. ജിസയിലിന് പറയാൻ വാക്കുകളില്ല. അനുമോള് ധൈര്യമായിട്ട് നിന്ന്. ഞാൻ കണ്ടില്ല ലാലേട്ടാ, ഞാൻ കണ്ടെന്ന് തന്നെ പറഞ്ഞു, കണ്ടില്ലെന്ന് പറഞ്ഞില്ല. നൂറെ ആദിലെ ഒട്ടും ശരിയായ കാര്യമില്ല. 2 എണ്ണം. ആദിലെ പക്കാ കളി എന്ന് പറഞ്ഞാൽ പക്കാ കളി. വീട്ടുകാരെ മൊത്തം ആ ഉമ്മായും വാപ്പായും എല്ലാവരെയും ആക്ഷേപിച്ചല്ലേ ഇതേ കണക്ക് ഇറങ്ങി തിരിച്ചത്. അഭിലാഷിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യേട്ടാ. ഒത്തിരിയെങ്കിലും സ്നേഹം അനുമോളെടുത്തുണ്ട്. ഉള്ളത് പറയാല്ലേ. ഏറ്റവും ജെനുവിനായിട്ട് നിൽക്കുന്നത് അനുമോൾ ഇവിടത്തെ കണക്ക് തന്നെ അവിടെയും. അതുപോലെ പിന്നെ ഷാനവാസ് പക്ക പരദൂഷണം തുടങ്ങിയിട്ടുണ്ട്. ഷാനവാസിൻ്റെ നാശവും തുടങ്ങി കഴിഞ്ഞു. അക്ബറിൻ്റെ കൂടി ഷാനവാസിന് നാശത്തിലേക്ക് പോയി തുടങ്ങിയിരിക്കുകയാണ്. ആരെങ്കിലും പേരും പറഞ്ഞിട്ട് ഒരു പാട്ടങ്ങോട്ടുണ്ടാക്കും കളിയാക്കി. നീ വിചാരിക്കും ജനങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്നല്ലേ? അക്ബറിൻ്റെ വിചാരം ജനങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന്. ജനങ്ങൾ ഇത് നെഗറ്റീവായിട്ടാണ് കാണുന്നത്. അക്ബറിൻ്റെ പോക്കൃത്തരം. അതുപോലെ കുന്നംകുളം കിടന്ന് ലാലേട്ടൻ കാര്യം ചോദിച്ചപ്പോൾ ലാലേട്ട കള്ള കണ്ണീര് അവൻ കിടന്ന് കാണിക്കണ പോക്കൃത്തരം. എവന് പറയാൻ അറിയാമായിരുന്നല്ല അനുമോൾ എവൻ്റെ പാൻറ്റ് ഇങ്ങനെ അയ്യോ നാറിയുടെ പാൻറ്റാ പൊക്കണതെന്ന്. അയ്യയ്യയ്യയ്യേ അവളെ ഒരു കുഞ്ഞനിയൻ്റെ പ്രായമാണുള്ളത്. 21 വയസ്സാകണ്ടായ ചെറുക്ക. അവൾക്ക് 10-30 വയസ്സ് കഴിഞ്ഞൊരു പെൺകുട്ടിയാണ്.
അനുമോള് അവള് ഇത്രയും ഇവരിതായ ഈ കുന്നംകുളത്തിൻ്റെ ഇങ്ങനെ ഞണ്ട് കണക്ക് ചാടി ചാടിയാണ് നടക്കണത്. ഈ കുന്നംകുളത്തിനെ പറയാൻ എങ്ങനെ തോന്നണം. ജിസൈലമ്മാവിനെ അതിനെക്കാട്ടി കഷ്ടം. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം സീസൺ 6 ബിഗ് ബോസിനകത്ത് കിടന്ന് കാണിച്ചു കൂട്ടിയ കുറേ അമ്മാവിമാരുണ്ട്. അമ്മാവിമാർ വന്നിരുന്നിട്ട് പറയണം അനുമോള് കുലസ്ത്രീയാണെന്ന്. അവിടെ കിടന്ന് അവളൊക്കെ കാണിച്ചു കൂട്ടിയ നമുക്കറിയാം. ഗബ്രിയേയും ജാസ്മിനെയും കുറിച്ച് എന്തെല്ലാം അവളൊക്കെ അവിടെ കിടന്ന് പറഞ്ഞില്ലാത്ത പോക്രിത്തരം മൊത്തം ആ കൊച്ചിനെ പറഞ്ഞത്. ആ ജാസ്മിനെ എന്തെല്ലാം പറഞ്ഞത്. അതുപോലെ കുറേ അമ്മാവന്മാരും ഉണ്ട് ആ സീസണിൽ ഇറങ്ങി. ഈ അനുമോളെ കുറിച്ച് പറയണേ കുലസ്ത്രീ എന്തൊക്കെയാണ് പറയണത്. നീ എന്തേര് പറഞ്ഞാലും അനുമോളെ സ്നേഹിക്കണവർ അനുമോൾക്ക് തന്നെ വോട്ട് കൊടുക്കുക. അനുമോളാണ് ജെനുവിൻ. അനുമോള് പറഞ്ഞത് ശരിയായ കാര്യമാണ്. ജിസയിലും ആര്യനും അവിടെ ഇല്ലായിരുന്നെങ്കിൽ അവിടെ തൊട്ടിൽ കെട്ടി ആട്ടായിരുന്നു. ജനങ്ങൾ ആരൊക്കെയോ പറയണായിട്ട് കമൻ്റ് ഇട്ട് ബിഗ് ബോസിന് തൊട്ടിലും കൂടെ കെട്ടാനുള്ള അവസ്ഥ ആക്കി തന്നനെയായിരുന്നെന്ന്. അതുപോലെ രേണുവിന് സുഖമില്ലാതെ ആയതിൻ്റെ കാര്യം എന്തുകൊണ്ടാണ്? ജിസയിൽ അന്ന് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഉരുട്ടിയ മാവ് ഉരുട്ടിയിട്ട് ജിസയിൽ കഷം മാന്തി ആ ഉരുള വെച്ചിട്ട് കഷം മാന്തിയിട്ട് ചുട്ട് മിക്കവാറും രേണുവിനായിരിക്കും കൊടുത്തത്. ആ മാവ് അവൾ മാറ്റിയില്ലല്ലോ. ആ ചൊറിഞ്ഞ മാവിട്ട് ചുട്ട് കൊടുത്ത്. അതുപോലെ കറി കോരി കുടിച്ചിട്ട് തുപ്പി അവൾ അതിനകത്തൊഴിച്ച്. അവൾ പോക്കരത്തരം കാണിക്കാനാണ് അവൾ ഇതിൽ കയറിയത്. അനുമോളെ സ്നേഹിക്കണവർ അനുമോൾക്ക് തന്നെ വോട്ട് കൊടുക്കും. അനുമോളാണ് ജെനുവിനായിട്ട് നിൽക്കണത്. ഒത്തിരിയെങ്കിലും സ്നേഹം അനുമോളടുത്തുള്ളത് അനീഷിനാണ്. അനീഷ് പാവം തറയിൽ വന്ന് അവിടെ വന്ന് അനീഷിന് സീറ്റ് കൊടുക്കുന്നില്ല ഇരിക്കാനായിട്ട്. അപ്പം അനുമോളാണ് പറയണത് അനീഷേട്ടാ വന്ന് ഇരി എന്ന് പറഞ്ഞിട്ട് അനുമോൾ എഴുതിച്ച് കൊടുക്കുന്നുണ്ട്. അനീഷ് പാവ അനുമോൾ ഇരുന്ന ആ സീറ്റിൽ കയറി ഇരിക്കുന്നുണ്ട്. അത്രയ്ക്ക് സ്നേഹമാണ്. അതിന് ആദില കള്ളി നുണച്ചി ആദില നീ എന്തിനു അനുമോൾ എഴുതിച്ചു കൊടുത്താ? നീ ആളായി എഴുതിച്ചു കൊടുത്തതാ. അപ്പോഴാണ് പറഞ്ഞത് എനിക്ക് ബഹുമാനമുണ്ട്, എൻ്റെ എത്രയോ വയസ്സിൻ്റെ മൂത്തതാണ് ഞാൻ, അതുകൊണ്ട് പ്രായത്തെ ബഹുമാനിച്ചാണ് ഞാൻ എഴുതിച്ചു കൊടുത്തത്. ഇവളൊക്കെ മറ്റുള്ളൊക്കെ പരദൂഷണക്കാരികൾ. എന്തായാലും അനുമോൾ ജെനുവിനായിട്ട് തന്നെ അയക്കണം. ലാലേട്ടൻ പറഞ്ഞതൊന്നും ഒരിതും ആർക്കും എറിക്കൂല, ആരും അത് കാര്യത്തിൽ എടുക്കൂല. അനുമോൾ അതുപോലെ ഈശ്വര വിശ്വാസിയാണ്. അനുമോൾ രാവിലെ കുളിച്ച് ഒരുങ്ങി കിച്ചണിനകത്ത് കയറുള്ളൂ. അതുപോലെ അല്ല ജിസയിലും പാർട്ടിയും കുളിക്കുകയില്ല, നനയ്ക്കുകയില്ല, പല്ലും തേക്കൂല, ചൊറിഞ്ഞു മാന്തി അവിടെ വെച്ച് ചപ്പാത്തി അടിച്ച് വൃത്തിയേട്ട ഇതെല്ലാം കൂടെ കൊടുത്തിട്ടാണ് ഈ രേണുവിന് ഉള്ളത് പറയാല്ല സുഖമില്ലാതായത്. വിയർപ്പ് അത്രയും കൂടെ വെച്ച് ചപ്പാത്തി അടിച്ചു കൊടുത്ത് ജിസയിൽ. ഇത് ഇന്നലെ ലാലേട്ടൻ ചോദിച്ചിട്ട് പോയതിന് ശേഷം ഈ അപ്പാനി അക്ബറും എല്ലാ എണ്ണം കൂടെ അങ്ങ് അനുവിൻ്റെ മണ്ടയിൽ കയറിയില്ലേ. അനു നീ പറ ഉള്ള സത്യം പറ, നീ എന്തിനു മറച്ചു വയ്ക്കുന്നത്? എടോ ഉള്ള സത്യമാണെടോ അനു പറഞ്ഞത് കറക്റ്റായ കാര്യമാണ്. അനു കണ്ട കാര്യമാണ്, ജനങ്ങൾ കണ്ടതാണ്. അത് അനു ഉറച്ചു നിൽക്കണണ്ട. അതാണ് തൻ്റെ ഇടമുള്ള പെണ്ണ്. അവൾ ജെനുവിനാണ്. അവൾ സത്യം പോലെ അവൾ തുറന്നു പറഞ്ഞു. ബിഗ് ബോസ് സീസൺ 7 തീരുന്ന അനു നിൽക്കണിടത്തോളം നിൽക്കും, ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും, അത് ഉറപ്പാണ്. ആര് എന്ത് പറഞ്ഞ് തളർത്താൻ നോക്കിയാലും അനുവിനെ ആർക്കും തളർത്താൻ പറ്റൂല.